നാളെ അമ്മൂനെ ഇവിടെ കാണാണ്ടാവുമ്പോ വലിയ ഭൂകമ്പം നടക്കാൻ പോകുന്നേ. എന്ത് ഭൂകമ്പം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ അമ്മേ, നമുക്ക് നേരിടാം. ചേച്ചിയെ സേഫാക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, നാളെ നോക്കാം. നടക്കില്ല. നാളെ പുലരും മുമ്പ് ആ ബോൺസായി ട്രീ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ഇരുന്നിടത്ത് വെച്ചില്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനമാവും. കള്ളി വാടാ. ആ മരത്തല്ലേന്റെ ഉണക്കമരം ഇതിനിടെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? കണ്ടുപിടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ കളിയാക്കുമല്ലോ ഈശ്വര. അവനെപ്പോലൊരു പെരുങ്കള്ളന്റെ മുന്നില് അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. അയ്യോ, ഭരതമായി, അമ്മച്ചേച്ചിയുടെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. ആര്? സുമിത്ര വല്യമ്മ. അമ്മ ഒന്ന് ട്രസ്റ്റ് ചെയ്, ഈ പ്ലാൻ വർക്കാവും. വരദേ, ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതെന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ല. അമ്മായി, നമ്മുടെ മുന്നിൽ ഇനി സമയമില്ല. മുത്തശ്ശൻ തീരുമാനിച്ച എൻഗേജ്മെന്റ് നാളെ നടക്കാൻ പാടില്ല. നീ എന്താ ചെയ്യാൻ പോകുന്നേ? അമൃതേച്ചി എന്ന് രാത്രി തന്നെ ഇവിടുന്ന് മാറ്റണം. എങ്കിലേ എൻഗേജ്മെന്റ് മുടക്കാൻ നമുക്ക് പറ്റൂ. പക്ഷേ അതെങ്ങനെ നടക്കും ആദി? എനിക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്, ഞാൻ പറയാം. എന്റെ ഫ്രണ്ട് ജ്യോതികയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷീ വിൽ ഹെൽപ്പ്. അവൾ ഓൾറെഡി ഇങ്ങോട്ട് പുറപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ കാറുമായിട്ട് അവൾ ഇവിടെ എത്തും. എന്നിട്ട് അവളുടെ അച്ഛന് വലിയ എസ്റ്റേറ്റും ബംഗ്ലാവൊക്കെ ഉണ്ട്. ചേച്ചി അവള് സേഫ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടേക്കോളൂ. തൽക്കാലം അമൃതേച്ചി അവിടെ നിന്നോട്ടെ, ബാക്കി നമുക്ക് പിന്നാലോചിക്കാം. നാളെ അമ്മൂനെ ഇവിടെ കാണാണ്ടാവുമ്പോ വലിയ ഭൂകമ്പം നടക്കാൻ പോകുന്നേ. എന്ത് ഭൂകമ്പം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ അമ്മേ, നമുക്ക് നേരിടാം. ചേച്ചിയെ സേഫാക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഏട്ടൻ പറയുന്നതാ ശരി. ഇവിടെ എന്ത് സംഭവിച്ചാലും നമുക്കത് ഡീൽ ചെയ്യാം. പക്ഷെ അമൃതേച്ചിയുടെ എൻഗേജ്മെന്റ് നടന്നാ അത് പിന്നെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല.
അമ്മോ, ചില സന്ദർഭങ്ങളിൽ കടുത്ത ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. കാലം കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ അതായിരുന്നു ശരിയെന്ന് നമുക്ക് തോന്നും. എണീക്ക്, നിനക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യ. ദേ, എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ തെറ്റ് നിനക്ക് പറ്റാൻ പാടില്ല. എഴുന്നേക്ക്. കാണുന്നില്ലല്ലോ, എത്ര നേരം എടുത്തറിയോ? ഇത് കഷ്ടകാലം പിടിച്ച നേരത്താണോ എനിക്കതെടുത്ത് മാറ്റി വെക്കാൻ തോന്നിയത്? ചവറ്റുകൂരയ്ക്കുള്ളിൽ നിധി വല്ലതും കിടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറ, തപ്പിയെടുക്കാൻ ഞാൻ സഹായിക്കാം. എനിക്കാരുടെ സഹായമൊന്നും വേണ്ട. ചേട്ടൻ ചേട്ടന്റെ പണി നോക്കിയേ. മോളപ്പൊരു ചക്കരക്കുട്ടി അടുത്ത് കിട്ടിയിട്ടേ ഒന്ന് സഹായിക്കാതെ വിട്ടുകളയാനോ? അതെങ്ങനെ ശരിയാവും? വേണ്ട. അതല്ലേ ഇത്?